അരിയും പഞ്ചാരിയും എല്ലാം തീർന്നു. ഏത് പീടികയിൽ ചെന്നിട്ട് ഇപ്പൊ കടം വാങ്ങിക്കുക? അല്ല, ആ പീടികയിൽ ഞാൻ കടം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. മുക്കിൽ പുതിയ ഒരുത്ത പീടിക തുടങ്ങിയിട്ടുണ്ട്. ആടെ പോയിട്ട് ഇന്ന് കടം മേണിക്കാം. എൻ്റെ ഈശ്വര, ഒരു തേങ്ങല്ലി കിടക്കുന്നു. ഇതിപ്പോ ലോട്ടറി അടിച്ച പോലെ ആയല്ലോ. തേങ്ങക്കല്ലി ഇപ്പൊ സ്വർണത്തിനേക്കാളും പൈസ. ഒരാള് വരുന്നുണ്ട്, അയാൾ പോയിട്ട് തേങ്ങ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ തേങ്ങാ കള്ളനാവും. ഇയാൾ തേങ്ങ എടുത്തിട്ട് പോരായും തോന്നല്ല. ഓ, തേങ്ങാ കള്ളൻ തന്നെ. അയ്യോ, തേങ്ങ ഓനെടുത്തല്ല. എന്തിനാണോ ഇത്? എന്തിനാ നീ ചെയ്യുന്നത്? ഇത് തേങ്ങയാന്ന്. എന്താ കണ്ടിട്ട് ആന മുട്ടാൻ തോന്നുന്നുണ്ടാ? അത് കണ്ടാൽ എന്തോ ഒരു മാന്യനാണ് തേങ്ങാ കള്ളൻ. തേങ്ങ കക്കണ്ടി വരും. ഞാനെങ്കിൽ തേങ്ങ എത്രയാ പൈസ? തേങ്ങ കള്ളനാ ഞാനാ? ഒരുമാതിരി തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ല. അല്ലാതെ നീ തേങ്ങാ കള്ളൻ തന്നെ. നീ എന്താ എന്നെ മൂക്കി കയറ്റുവാ? തേങ്ങ വഴിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ, അത് ഞാൻ എടുത്തു. അതെങ്ങനെ കള്ളത്തരാവുക, അല്ലെങ്കിൽ അതെങ്ങനെ മോഷണാവുക? ഓ, രണ്ടുപേരും കൂടെ ഇങ്ങനെ ആണെങ്കിൽ രണ്ടുപേരും ആ തേങ്ങ കൊണ്ട് തമ്മത്തല്ലാവൂല. ഈ തേങ്ങ ആദ്യം ഞാനത് കണ്ടിനി. ഇത് എനിക്ക് അവകാശപ്പെട്ട തേങ്ങയാണ്. ആദ്യം കണ്ടത് ശരിയാ. ആ തേങ്ങ കണ്ടത് പോരപ്പം തന്നെ. അതെ, ഞാനൊരു പാർട്ടിക്കാരനാ. എന്നോട് കളിച്ചാണ്ടല്ലോ ഈ തേങ്ങയും തന്നെയും ചവിട്ടി കൂട്ടും. അത് സ്വന്തമായിട്ട് ചെരുപ്പുണ്ടായിട്ടും അത് കാലിനിടാതെ പിടിച്ചോണ്ട് നടക്കുന്നവനാ ഞാൻ. എന്നോട് നീ കളിക്കണ്ട. വെള്ളക്കുപ്പയിട്ട മാന്യൻ. എന്നാ പിന്നെ തേങ്ങ നീ എടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ തേങ്ങാ കളനാണെന്ന് ഞാൻ നാട്ടിലെല്ലാം പാട്ടാക്കും. എന്നാ പിന്നെ ഞാനൊരു അടവ് നയം പറയാം. ഇതിൽ പകുതി തേങ്ങ നിങ്ങൾക്ക് തരാം. പകുതി തേങ്ങ കൊത്തിക്കോ. ഇവൻ കൈക്കൂലി വാങ്ങുന്ന പാർട്ടിക്കാരൻ തന്നെ. അതാ ഇവൻ ഇങ്ങനെ പറയുന്നു. എന്നാ പിന്നെ അങ്ങനെയാക്ക്. പകുതി നിനക്കും പകുതി എനക്കും. അങ്ങനെ ആ പ്രശ്നം തീരട്ടെ. എന്താ? എന്നാ പിന്നെ കുഴപ്പാ, ഇത് കൊത്തി കഷ്ണാക്ക്. എടാ, ഇത് കൊത്തണമെങ്കിൽ കത്തി വേണ്ടേ? കത്തിയില്ല. അത് ഇങ്ങനെ കൊത്തി 2 കഷ്ണാക്കും. ഞാൻ അടപെടേണ്ടി വരും തോന്നല്ല. അപ്പൊ ഇത് കത്തി കഷ്ണാക്കാൻ കത്തിയാളില്ലല്ല. അപ്പൊ ഞാനിത് ഒറ്റക്ക് എടുക്കാം, അതാ നല്ലത്. ഇത്രയും വിലയില്ല തേങ്ങ നീ ഒറ്റക്ക് എടുക്കാനോ? എന്നാ പിന്നെ നീ ഒറ്റക്ക് എടുത്തോ. തേങ്ങ നീ ഒറ്റക്ക് കൊടുക്കാനാ കോരപ്പാ? നീ എന്ത് പണിയാ എടുത്തു കൂട്ടിയേ? അപ്പൊ കോരപ്പാ, താങ്ക്സ്, ഞാൻ പോയിന്ന്. എന്താ മാന്യന്റെ പോക്ക് നോക്കിയാൻ? എടാ തേങ്ങാ കള്ള, എന്താ ഇത്? എടാ, ഒന്നാ തേങ്ങ എനക്ക് വേണ്ട. നീ കത്തി എടുത്തിട്ട് 2 കഷ്ണാക്ക്. നീ ഒരു പാർട്ടിക്കാരനല്ലേ? നിന്റെ അടുത്തല്ലേ കത്തിയും കുന്തിയൊക്കെ കാണല്. ഞാനെന്ത് ചെയ്യാനാ? എടാ, അവനല്ലേ പറഞ്ഞത് ഈ തേങ്ങ ഞാൻ ഒറ്റക്ക് എടുക്കാന്ന്. എനക്ക് വഴിയിൽ നിന്ന് കിട്ടിയ തേങ്ങ നീ അങ്ങനെ ഒറ്റ കൊണ്ടുപോയാൽ പറ്റുമോ? കത്തി ആൾ ഇടുന്ന നിങ്ങൾക്ക് കിട്ടും, നോക്കട്ടെ. ഇതാ കത്തിയാളി ഞാൻ തരാവാ. കത്തിയാളി ഞാൻ തേങ്ങ എടുക്കാണ്ടിരിക്കണ്ട. തേങ്ങക്ക് വേണ്ടി രണ്ടാളും കൂടെ കലമ്പുന്നു. അല്ല സരോജിനി, നീ പേടുന്ന എങ്ങനെ പൊട്ടി മുളച്ചത് പെട്ടെന്ന്? എന്തെങ്കിലും ആവട്ടെ, കത്തിയാൾ കിട്ടിയല്ലേ. ഈ തേങ്ങ പെട്ടെന്ന് 2 കഷ്ണാക്ക്. എനിക്കൊരു പാർട്ടി മീറ്റിങ്ങിന് പോകാനുള്ളതാ. കത്തിയാൾ ഇങ്ങനെ കൊണ്ടാ, ഞാൻ കൊത്തിത്തരാം. കത്തിയാളുണ്ടല്ലേ? എന്നാ ഞാൻ തന്നെ തേങ്ങ കൊത്തിത്തരാം. ആരെങ്കിലും കൊത്ത്, എന്നാ നിങ്ങൾ കൊത്ത്. തേങ്ങ കൊത്തുന്നതിന് മുമ്പേ കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഈ തേങ്ങ കൊത്ത് നിനക്ക് എന്തിനാ ഒരു പ്രാർത്ഥന? അതൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പ്രാർത്ഥന. കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞേ കണ്ണു തുറന്നോളൂ. എന്നാ പിന്നെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പിന്നെ എനക്കൊരു പ്രാർത്ഥനയില്ല. ഈ തേങ്ങക്കും പഠിച്ചെടുക്കൊന്നും വില കൂടാൻ പാടില്ല. പെട്ടെന്ന് വില കുറയട്ടെ ദൈവമേ. തേങ്ങക്ക് വില കുറയണേ ദൈവമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. തേങ്ങക്കും വെളിച്ചെണ്ണക്കും വില കുറക്കണേ. ആ കുഴപ്പം മതി, കണ്ണുവർക്ക്. എന്താ ചെയ്യ? ഓടുന്ന ഓട്ടം കണ്ട. അത് പിന്നെ മണ്ണും ചാരിയുന്ന സരോജിനി തേങ്ങയും കൊണ്ട് പോയി.